ബോസ് മലയാളം സീസൺ 6ന്റെ ചരിത്രത്തിലും തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫിസിക്കൽ അസാൾട്ട്. ഇതാ വീണ്ടും ഒരു മത്സരാർത്ഥി കൂടി പടിയിറങ്ങിയിരിക്കുകയാണ്. സിജോയും അസിയും തമ്മിലുള്ള വാക്ക് തർക്കങ്ങൾ അതോ ഒരു ടാസ്ക് മുഖാനെയുള്ള വാക്ക് തർക്കമോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ അല്ല, നിസ്സാരമായ സംസാരത്തിൽ മുറുകി അത് വലിയ വലിയ വാക്ക് തർക്കങ്ങളിലാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടലും പിടിയിലുമൊക്കെയായി തുടരുത് തുടരുത് എന്ന് ആവർത്തിച്ച് അസീറോക്കി പറയുകയും എന്നാൽ തൊട്ടാൽ എന്ത് ചെയ്യുമടാ എന്ന് പറഞ്ഞ് തിരിച്ച് വാശി കയറ്റുകയും നല്ല രീതിയിൽ സിജോ പ്രൊവോക്ക് ചെയ്തതിനെ തുടർന്നാണ് അസീറോക്കിക്ക് ദേഷ്യമുണ്ടായത് എന്ന് കാണുമ്പോഴറിയാം. എന്നാൽ ഇതൊരു ബിഗ് ബോസ് ഷോയാണ് എന്നുള്ള പൂർണ്ണമായും ചിന്തയുണ്ടാവണം. 3.5 കോടി ജനങ്ങൾ കാണുന്ന ഷോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരായിരിക്കും. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ അസീറോക്കി ആഞ്ഞ് കൈ ചുരുട്ടി മടക്കി സിജോയുടെ മുഖത്തിടിക്കുകയായിരുന്നു. ആ ഇടിയേറ്റത് വളരെയധികം ആഘാതം തന്നെയാണ്. ഒരു പല്ല് വരെ സിജോയുടെ പൊഴിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അവിടെ തുടരാൻ യോഗ്യതയില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് അസീറോക്കി അവിടുന്ന് പടിയിറങ്ങിയിരിക്കുന്നത്. താൻ എല്ലാവരോടും, സിജോയുടെ ഫാമിലിയോടും സിജോയോടും നാട്ടുകാരോടും ഒക്കെ ക്ഷമ പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചിട്ടാണ് അസീറോക്കി പടിയിറങ്ങിയിരിക്കുന്നത്. കണ്ണുകെട്ടി പുറത്തേക്ക് കൊണ്ടുപോയി ഇനി ബിഗ് ബോസിൽ ഒരു മത്സരാർത്ഥികളെയും കാണാൻ കഴിയില്ല എന്നും പറഞ്ഞ് കണ്ണുകെട്ടി പുറത്തേക്ക് കൊണ്ടുപോയി. അസീറോക്കിക്ക് ഇനി ഒരു തിരിച്ചുവരവുണ്ടായിരിക്കില്ല. അസീറോക്കിയുടെ ഈ ബിഗ് ബോസ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്.